വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചിക്കൻ ഫ്രൈ. എങ്ങനെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ നോക്കിയാലോ. അതിലേക്ക് വേണ്ട ചിക്കൻ മസാല പുരട്ടി അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സബോള, പച്ചമുളക്, വേപ്പില. ഇനി പാനിൽ നമുക്ക് അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ ലേശം ഇരിക്കുന്നുണ്ടായിരുന്നു, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പോരായി ഉണ്ടെങ്കിൽ ലേശം കൂടി നമ്മുടെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പാനിൽ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓരോ ചിക്കൻ ഇട്ട് കൊടുക്കാം. എപ്പോഴും ഫ്ലെയിം കുറവിട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അതിലേക്ക് ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല മണവും കിട്ടും, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട്. എന്നാൽ കൂടുതൽ വേപ്പില ഇടാൻ പാടില്ല, ലേശം വേപ്പില വിതറി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം, പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി അതിനെ ഒരു പാത്രത്തിലേക്ക് പകർത്താം. നമുക്കതിനൊരു പാത്രത്തിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. ഇനി അതിന് ശേഷം ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് സബോള കട്ട് ചെയ്ത് വെച്ച സബോള ഇട്ട് വേപ്പില, പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. തീ കുറച്ചിട്ട് ലേശം ഉപ്പ്, കൂടുതലാവാൻ പാടില്ല, ലേശം ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കതിനെ ഇളക്കി കൊടുക്കാം. സബോളയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സോസ്, ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കതിനെ എല്ലാനും പാകമായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി യോജിപ്പിച്ച് നന്നായി ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാട്ടെ ചിക്കൻ ഫ്രൈ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ, പിള്ളേർക്ക് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടമായി ചിക്കൻ ഫ്രൈ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെയുണ്ട് എൻ്റെ ചിക്കൻ ഫ്രൈ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. Bye.